ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്നതല്ലേ. ആദർശൻ എന്താ അതൊക്കെ മനസ്സിലാക്കിയ? തന്നെ പറഞ്ഞത് ശരിയാ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആരും നമ്മളോട് പെരുമാറില്ല. തിരിച്ച് നമ്മളും അങ്ങനെ തന്നെ. മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് പെരുമാറാൻ പറ്റുമോ? രണ്ട് വ്യക്തികൾ എപ്പോഴും രണ്ട് വ്യക്തിത്വങ്ങളുള്ളവരായിരിക്കും. അപ്പൊ രണ്ട് അഭിപ്രായങ്ങളും രണ്ട് ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ടാവും. അത് പരസ്പരം സംസാരിച്ച് ജീവിതത്തിനൊരു താളം കണ്ടെത്തി മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളെ പോലെ അല്ലേ മനോജേട്ടാ? എന്താ അല്ലേ? അങ്ങനെ തന്നെ. ആ പിന്നെ വിദ്യയുടെ ജോലിക്കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നീക്കുന്നുണ്ടോ? അതോ അവളെ ഇങ്ങനെ വെറുതെ വിടാനാണോ ഭാവം? തൃപ്പൂണിത്തുറ കോളേജിൽ ഒരു ഗസ്റ്റ് ലെക്ചറിന്റെ ഒഴിവുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ശരിയാവാൻ നോക്കാം. വിദ്യയുടെ ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് കിട്ടേണ്ടതാ. എന്തായാലും നമുക്ക് ശ്രമിക്കാം. ഒരു ജോലി മാത്രമായിട്ട് ശ്രമിച്ചാൽ മതിയോ മനോജേട്ടാ? വിദ്യ ഡാൻസർ അല്ലേ, പഠിച്ചതും അത് തന്നെയാ. അപ്പൊ പിന്നെ ആ ജോലിക്കല്ലേ വിടാൻ പറ്റൂ? ഇത്രയൊക്കെ പഠിച്ചിട്ട് പിന്നെ ക്ലർക്കിന്റെ ജോലിക്ക് പറഞ്ഞയക്കാൻ പറ്റുമോ? ഇതൊക്കെ ഈ ഡാൻസ് പാട്ടെന്നൊക്കെ പറഞ്ഞ് നടന്നാലുള്ള കുഴപ്പം. ഇപ്പൊ ഒരു ജോലിക്ക് ശ്രമിക്കുമ്പോ ബുദ്ധിമുട്ടുന്നത് കണ്ടോ? വിദ്യ ആഗ്രഹിക്കുന്ന ജോലി അവൾക്ക് കിട്ടും തന്നെയേ. അതിനുള്ള യോഗ്യത അവൾ നേടിയിട്ടുണ്ട്. അതിന് കുറച്ച് കാലതാമസമൊക്കെ എടുത്തെന്ന് വരും. എന്നാലും ആഗ്രഹിച്ച് നേടി സന്തോഷത്തോടെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും. ഇഷ്ടമില്ലാത്ത ജോലിയും ഇഷ്ടമില്ലാത്ത കല്യാണവും ഒരുപോലെ. സ്നേഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് വിദ്യയുടെ പ്രൊഫഷൻ ഓർത്ത് താൻ അധികം ടെൻഷൻ ആവണ്ട. അവൾക്ക് ജോലി കിട്ടിക്കോളും. അതെ, രണ്ടുപേർക്കും ജോലി കിട്ടിക്കഴിഞ്ഞു മതി വിവാഹമെന്ന് അവര് സമ്മതിച്ചല്ലോ. എന്നാലും അമ്മ പറഞ്ഞതുപോലെ അധികനാൾ അവരെ വെറുതെ വിടാൻ പറ്റില്ല. നിങ്ങളാരും ധൃതി വെക്കണ്ട. വിവാഹം നടക്കേണ്ട സമയത്ത് നടന്നോളും. പണം വാങ്ങാൻ ആദർശിന് നല്ല മടിയായിരുന്നു. പിന്നെ ഞാൻ കുറെ നിർബന്ധിക്കുകയും മാധവി മാഡവും അഭിരാമിയും പറയുകൂടി ചെയ്തപ്പോഴാണ് ആദർശ് സമ്മതിച്ചതും പണം വാങ്ങിയതും. ഒരു കണക്കിന് തിരിച്ചു കൊടുത്തത് നന്നായി. ഇനി അതിന്റെ പേരിൽ ആരും തലേ കയറാൻ വരില്ലല്ലോ. അത് നമുക്ക് അവകാശപ്പെട്ട പണമല്ല ബീനമ്മേ. അപ്പോൾ അത് തിരിച്ചു കൊടുത്ത് നമ്മൾ ബാധ്യതയില്ലാത്തവരാവണം. അതുകൊണ്ടാ പണം തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവകാശം ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. മീരമോളുടെ ജീവിതം ഇങ്ങനെ ഒന്നും അല്ലാതാക്കിയതിന് ഇതിന്റെ 4 ഇരട്ടി നഷ്ടപരിഹാരം തന്നാലും മതിയാവില്ല. അങ്ങനെ ഒന്നും വേണ്ടാന്ന് മീരമോള് പറഞ്ഞതുകൊണ്ട് മാത്രം ആദർശിനെതിരെ നമ്മൾ അത്തരത്തിലൊരു കേസ് കൊടുക്കാതിരുന്നത്. കേസും വഴക്കൊന്നും വേണ്ട ബീനമ്മേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദർശന്റെ മനസ്സിൽ പിരിയണമെന്നൊരു ചിന്ത ഉണ്ടായപ്പോഴേ അതെന്നോട് നേരിട്ട് പറഞ്ഞല്ലോ. അത് ഞാൻ ബഹുമാനിക്കണം. അവർക്ക് മതിയെന്ന് തോന്നുമ്പോ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതല്ല ഭാര്യ ഭർത്തൃ ബന്ധം. മീര വെറുതെ വലിഞ്ഞു കയറി ചെന്നൊന്നും അല്ലല്ലോ ആദർശന്റെ ജീവിതത്തിലേക്ക്. ഇതിനൊക്കെ വെറുതെ പ്രോത്സാഹനം കൊടുത്താലേ ഇവിടെ ഒരു വിവാഹ ബന്ധവും 7 വർഷത്തിനപ്പുറത്തേക്ക് പോവില്ല. മീന പറയുന്നത് ശരിയാ. എന്നാലും ഇതിപ്പം മീരയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ആദർശിന്റെ തീരുമാനത്തെ അനുകൂലിച്ച് മ്യൂച്വൽ ഡിവോഴ്സിന് മീരയ്ക്കും സമ്മതമാണെന്ന് നമ്മളെ അറിയിച്ചതല്ലേ. എന്തോ സീരിയസ് ചർച്ചയാണെന്ന് തോന്നുന്നല്ലോ. മീരയുടെ ആദർശിന്റെയും കാര്യം പറയായിരുന്നു. ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കും ശരിക്കും ഞെട്ടിയത് മീരയുടെയും ആദർശേടന്റെയും കാര്യം അറിഞ്ഞപ്പോഴാ. ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആദർശേട്ടൻ ഇതെന്താ സംഭവിച്ചത്? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആദർശേട്ടൻ മാറിയതെങ്ങനെയാ? മനുഷ്യരുടെ സ്വഭാവം ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും മാറാവുന്നതല്ലേ ഉള്ളൂ. അതിനുദാഹരണമല്ലേ ആദർശിന്റെ ഈ മാറ്റം.
എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ആരോടും ഒന്നും പറയാതെ സ്വയം നീറുകയാണ് എൻ്റെ മോള്. അത് കാണുമ്പോൾ എനിക്ക് നെഞ്ചിൽ വല്ലാതൊരു പിടച്ചിലാണ്. അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. മോളെ, നീ അത് എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിക്കാനും അച്ഛനത് മനസ്സിലാകും. അതെ, നിങ്ങളൊക്കെ ജനിക്കുമ്പോ തൊട്ട് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി ഒരു നിമിഷം പോലും കണ്ണെടുക്കാതെ നോക്കി വളർത്തുന്ന നിങ്ങളുടെ ചെറിയ മാറ്റങ്ങളുടെ അർത്ഥം പോലും ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങളുടെ ജനറേഷനിലെ ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വച്ച് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കിയാൽ അത് ചിലപ്പോൾ മനസ്സിലാവില്ല എന്നിരിക്കും. പക്ഷേ മീര അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ. അതുകൊണ്ട് മോളുടെ ഉള്ളിൽ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. മീരയുടെ കാര്യം ഓർത്ത് ഹരിയേട്ടന് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. തൽക്കാലം നമ്മുടെ സങ്കടങ്ങൾ മനസ്സിൽ ഒതുക്കുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ. വലിയ സങ്കടങ്ങൾ ഉണ്ടാവാനായി നമ്മൾ ഓരോന്നും ചെയ്യുന്നതിലും നല്ലത് ചെറിയ സങ്കടങ്ങൾ സഹിക്കുന്നതാ ബീനാമേ. ഡിവോഴ്സ് നടത്താൻ സമ്മതിക്കാതെ ഈ ജീവിതകാലം മുഴുവനും ഞങ്ങൾ വഴക്കും പ്രശ്നങ്ങളുമായിട്ട് കഴിയുന്നതിൽ എന്താ പ്രയോജനം? മീര പറയുന്നത് സത്യ. ഈ ജീവിതം വെറുതെ ആരോടെങ്കിലും വഴക്കിട്ട് തീർക്കാനുള്ളതല്ല. മീരയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയായി. ഇനി സൂരജിന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തണം. വിദ്യയുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും എതിർപ്പൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് സൂരജിന്റെയും വിദ്യയുടെയും വിവാഹം നടത്തണം. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമൊക്കെ ഉണ്ടാവാതെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ ഹരിയച്ച? വിദ്യയുടെ വീട്ടിലും ഇതേ സംസാരം തന്നെയായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയൊക്കെ ആയതിനു ശേഷം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാന്നാ അങ്കിളും ആൻറ്റിയും പറഞ്ഞത്. അതാണ് നല്ലത്. പക്ഷെ അതിന് നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ സംസാരിച്ചോണ്ടായില്ലല്ലോ. നിനക്ക് പറ്റിയൊരു ജോലി കണ്ടുപിടിക്കണ്ടേ? നിനക്ക് എന്ത് ജോലിയാ ചെയ്യാൻ താല്പര്യമെന്ന് വെച്ചാ പറ്റിയതൊരെണ്ണം കണ്ടെത്ത്. അതെ, എന്ത് ജോലിയായാലും ഇനിയുള്ള ജീവിതത്തിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ എന്നും കരിയറിൽ ഉയരാൻ സാധിക്കുന്നതാണോ എന്നും ശ്രദ്ധിക്കണം. അതെ, ഇനി ജോലിയല്ല, സൂരജിന് ബിസിനസ് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നോക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ കാശ് മുടക്കിയ പരിപാടിയൊന്നും വേണ്ട. ഹരിയച്ചൻ പറഞ്ഞതുപോലെ എനിക്ക് പറ്റുന്ന എന്ത് ജോലിയാണ് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് ആലോചിച്ച് നോക്കട്ടെ. അത് കഴിഞ്ഞ് തീരുമാനിക്കാം. ആദർശേ, എന്താ നിന്റെ പ്ലാന്? കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണണ്ടേ? അഭി എന്തിനെ കുറിച്ചാ പറയുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് തെളിച്ചു പറ. ഡിവോഴ്സിന്റെ കാര്യം ഞാൻ പറയുന്നേ. ഓ, അതാണോ? അതിനുവേണ്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്തില്ലേ മതിയാവൂ. കോടതി കാര്യങ്ങൾ നടപടിയാകാൻ നല്ല സമയമെടുക്കും. മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ മാത്രമേ അല്പമെങ്കിലും വേഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാവൂ. അതെനിക്കറിയാം. എന്ന് കരുതി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മ്യൂച്വൽ ഡിവോഴ്സിന് മീര കൂടി സൈൻ ചെയ്ത് തരണ്ടേ? വേണം. നീ എന്തെങ്കിലും പറഞ്ഞ് എത്രയും പെട്ടെന്ന് സൈൻ ചെയ്ത് വാങ്ങിക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വൈകിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഏതെങ്കിലുമൊക്കെ വഴിയിൽ മീരയും വീട്ടുകാരും ശ്രമിക്കുകയും ചെയ്യും.
അതുകൊണ്ട് നീ കുറച്ചുകൂടെ സീരിയസ് ആവ്. അഭി, ഡിവോഴ്സ് എൻ്റെ ആവശ്യമാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് നീക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മീരയുടെ സ്വഭാവം അഭി കരുതുന്ന പോലെയല്ല. എനിക്ക് മീരയ്ക്കൊപ്പം മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ ബുദ്ധിമുട്ടിക്കാനോ എന്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുമെന്നും മീര ചെയ്യത്തില്ല. ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് അവളെ കുറിച്ച് വലിയ അഭിപ്രായമാണല്ലോ. അതെ, അതിലൊരു സംശയവും വേണ്ട. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ള പെൺകുട്ടി തന്നെയാ മീര. പക്ഷേ ഞങ്ങൾക്ക് പരസ്പരം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പിരിയാൻ ഞാൻ തീരുമാനിച്ചു. എന്ന് കരുതി മീര എനിക്ക് ശത്രുവൊന്നുമല്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഏതായാലും നിങ്ങൾക്ക് തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലല്ലോ, അത് നമ്മൾ നോക്കിയാ പോരെ. എനിക്ക് മനസ്സിലാവാത്തത് അഭി എന്തിനാ ഡിവോഴ്സിന് ഇത്രയും തിടുക്കം കാണിക്കുന്നതെന്നാ. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മീരയുടെ സ്വഭാവം ശരിയല്ല. നമ്മുടെ കുടുംബത്തിന് യോജിച്ച പെൺകുട്ടിയല്ല അവള്. വിവാഹം ആലോചിച്ച കാലം മുതലേ ഞാനത് പറഞ്ഞതാ. അന്നൊന്നും ആർക്കും അത് മനസ്സിലായില്ല. ഞാനായിരുന്നു ശരിയെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇതുപോലെ ഞാൻ പറഞ്ഞ ബാക്കി കാര്യങ്ങളും വൈകാതെ എല്ലാവർക്കും ബോധ്യാവും. ആദർശേ, വിവാഹം എന്ന് പറഞ്ഞാലേ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നാകല. അപ്പൊ കുടുംബത്തിലെ എല്ലാവരുടെ അഭിപ്രായങ്ങളും പരിഗണിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ വഴിയിൽ പിരിയേണ്ടി വരും. അപ്പോ അഭി വിഘ്നേഷും തമ്മിലുള്ള വിവാഹം രണ്ട് കുടുംബങ്ങളുടെ അഭിപ്രായം നോക്കിയാണോ നിങ്ങൾ പ്രണയിച്ചത്? എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ ഒന്നിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നില്ലേ? എന്നെ പോലെ ആണോ ആദർശ മീര? കമ്പയർ ചെയ്യുമ്പോ നീ അതും കൂടി ഓർക്കണ്ടേ? അത് ശരിയാ. അഭിയും മീരയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ വിഷയം നിങ്ങളുടെ ഡിവോഴ്സാ. എത്രയും പെട്ടെന്ന് അത് നേടിയെടുക്കണം. അതിനെ എന്ത് വഴിയും നമ്മൾ സ്വീകരിക്കണം. ഈ ഡിവോഴ്സ് ഒന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വീടിനും സ്റ്റാറ്റസിനും യോജിക്കുന്ന നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി നിന്റെ വിവാഹം നടത്താൻ. ഞാൻ മീരയിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങുന്നത് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് അത്തരം പ്ലാനിംഗ് ഒന്നും വേണ്ട. എന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനം എടുക്കുന്നതും ജീവിക്കുന്നതും ഞാനാണ്. അവിടെ അബിയുടെ ഇത്ര ഐഡിയകളൊന്നും ആവശ്യമില്ല. നീ ദേഷ്യപ്പെടാതെ ആദർശ്. ഞാൻ നിന്റെ ഭാവിയെ കുറിച്ച് ഓർത്ത് പറഞ്ഞതാ. ഇനിയിപ്പോ നിനക്കുടനെ വേറെ വിവാഹം വേണ്ടെങ്കിൽ വേണ്ട. അതേക്കുറിച്ച് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. എന്താ പോരെ? അത് മതി. ഏതായാലും നീ മ്യൂച്വൽ ഡിവോഴ്സിന് എങ്ങനെയെങ്കിലും മീരെ കൊണ്ട് സമ്മതിപ്പിക്കണം. അഭി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പരസ്പരം പൊരുത്തപ്പെട്ടു പോവില്ല എന്ന് ബോധ്യമായപ്പോ മുതൽ ഞാനും ആഗ്രഹിക്കുന്നത് അത് തന്നെയാ. ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ട് ആദർശ് എന്നെ തെറ്റിദ്ധരിക്കോ? കാര്യം പറ. ഡിവോഴ്സിന്റെ കാര്യത്തിൽ നീ നമ്മുടെ അമ്മയോടും സുഭദ്രാന്റിയോടും അധികം അഭിപ്രായം ചോദിക്കാൻ നിൽക്കണ്ട. ആ മീര ഓരോന്നൊക്കെ പറഞ്ഞും കാണിച്ചും സുഭദ്രാന്റിയെ വശത്താക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാ. നീ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം പറഞ്ഞാലും ആന്റി നിന്നെ എതിർക്കും. പിന്നെ നമ്മുടെ അമ്മ സുഭദ്രാന്റി ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ അമ്മയ്ക്ക് അത് എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മീരയെ ഒഴിവാക്കുന്നതിനോട് ഒട്ടും താല്പര്യം കാണില്ല. ഇക്കാര്യത്തിൽ മറ്റാരുടെ അഭിപ്രായത്തെക്കാളും എനിക്ക് പ്രധാനം എന്റെ തീരുമാനം തന്നെയാണ്. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് പിന്മാറില്ല. മതി, അത് കേട്ടാ മതി. ഇപ്പൊ നിന്റെ ജോലി നടക്കട്ടെ. മൂന്തേട്ടാ, എത്ര നാളായി കണ്ടിട്ട്? എവിടെയായിരുന്നു ഇതുവരെ? ഇങ്ങോട്ടൊന്നും വരുന്നതേ ഇല്ലായിരുന്നോ? യാത്രയിലായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ കുറച്ചു ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവില്ലെന്ന്? ആ പറഞ്ഞിരുന്നു. പക്ഷെ ഇത്രയും നാൾ ഇങ്ങനെ യാത്രയിലായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. മനസ്സിലോരോ സംശയങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു തീരുമാനം എടുക്കാൻ പറ്റാതാവുമ്പോഴും എനിക്ക് കൃത്യമായിട്ട് വഴി കാണിച്ചു തന്നിരുന്നത് മൂന്തേട്ടനാ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മീരയ്ക്ക് ഉപകരിക്കുന്ന പോലെ ചില സമയത്ത് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ആ കാര്യങ്ങളെല്ലാം എനിക്ക് എത്ര ആശ്വാസമാണെന്നോ. കുറച്ചു ദിവസം മുകുന്ദേട്ടനെ കാണാതിരുന്നപ്പോ
എന്റെ മനസ്സിൽ വല്ലാത്ത കൺഫ്യൂഷൻ. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോന്ന് പോലും എനിക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിനി ഒരു കാര്യവും മീരയുമായിട്ട് സംസാരിക്കാതിരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. അയ്യോ, അതെന്താ? ആർക്കും മറ്റൊരാളുടെ ഉപദേശങ്ങൾ കേട്ട് എല്ലാ കാലവും ജീവിക്കാൻ പറ്റില്ലല്ലോ. സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ഓരോരുത്തരും പഠിക്കേണ്ടതാണ്. അത് ശരിയാ, എനിക്കതറിയാം. എന്നാലും ഒരു ഉറപ്പ് വരുത്താൻ, ഒരു വാക്ക് ചോദിക്കാൻ മുകുന്ദനെ പോലൊരാളുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാ. ആ, സൂരജിനെ തിരികെ കിട്ടി മുകുന്ദേട്ടാ. ആഹാ, നല്ല കാര്യം. സൂരജ് തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? സൂരജ് ആക്സിഡന്റ് സംഭവിച്ച ബസ്സിനകത്ത് ആ സമയത്ത് ഇല്ലായിരുന്നു. ബസ് ഇടയ്ക്ക് വെച്ച് നിർത്തിയപ്പോ പുറത്തിറങ്ങിയ സൂരജിനെ കുറച്ചുപേര് ചേർന്ന് പിടിച്ചോണ്ടുപോയി. ഓ, അതൊരു കണക്കിന് ഭാഗ്യമായല്ലോ. അവരപ്പ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ സൂരജ് ആക്സിഡന്റിൽ പെട്ടേനെ അല്ലേ? അതെ, പക്ഷേ അവര് സൂരജിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പണം ആവശ്യപ്പെട്ട് മുത്തശ്ശനെ കോണ്ടാക്ട് ചെയ്യാനും ഒരുപാട് സമയമെടുത്തു. ബസ് ആക്സിഡന്റിൽ സൂരജ് മിസ്സായതുകൊണ്ട് കർണാടകയിലെല്ലാം സൂരജിന് വേണ്ടി തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്നാ സൂരജ് പറഞ്ഞത്. ഓരോന്നും നടക്കേണ്ട സമയമുണ്ട്, അതാണ് അങ്ങനെയൊക്കെ താമസിക്കുന്നത്. ആ സമയത്താ വിദ്യക്ക് വയ്യാതാവുന്നതും എല്ലാവരും സൂരജിന്റെ വിദ്യയുടെയും വിവാഹത്തിന് അനുകൂലമായ തീരുമാനത്തിലേക്ക് എത്തിയതും. സൂരജിന് സംഭവിച്ച ഓരോ കുഴപ്പം പിടിച്ച പ്രശ്നങ്ങളും അവർക്ക് തന്നെ ഉപകാരമായല്ലേ? അതെ, ജീവിതത്തിലുണ്ടാവുന്ന ചില സംഭവങ്ങൾ ആ സമയത്ത് നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചാലും കുറച്ചു കഴിയുമ്പോൾ അന്നങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായതെന്ന് മനസ്സിലാക്കി സന്തോഷിക്കും, അല്ലേ? അതെ, ഓരോ മനുഷ്യന്റെയും ജന്മവാസനകൾക്കനുസരിച്ചാണ് അവൻ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഫലങ്ങളാണ് അവർ അനുഭവിക്കുന്നത്. ഓരോരുത്തരെ രക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും ശിക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും ഭഗവാൻ അറിയാം. അതനുസരിച്ച് കൃത്യസമയത്ത് തന്നെ വേണ്ടത് സംഭവിക്കുന്നതാണ്. എപ്പോഴെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്കാവും അപ്രതീക്ഷിതമായ ശിക്ഷകൾ കിട്ടുന്നത്, അല്ലേ? ആവാം. കർമ്മങ്ങളുടെ രഹസ്യം മനസ്സിലാക്കിയാൽ അത് ഈശ്വരനെ അറിയുന്നതിന് തുല്യമാണ്. കർമ്മങ്ങളുടെ രഹസ്യം എങ്ങനെ മനസ്സിലാവുന്നേ? അത് വളരെ സങ്കീർണമാണ്. പല കർമ്മങ്ങളും അതിന്റെ ഫലങ്ങളും ജന്മജന്മാന്തരങ്ങളിലും നമ്മളെ പിന്തുടരുന്നതാണ്. എങ്കിലും അതിനെ അറിയാൻ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. എല്ലാ അറിവുകളുടെയും അടിസ്ഥാനം ശ്രദ്ധയോടെയുള്ള നിരീക്ഷണം തന്നെയാണ്. പക്ഷെ എത്ര ശ്രദ്ധയോടെ ചെയ്താലും കർമ്മങ്ങളിൽ തെറ്റുകൾ സംഭവിക്കാം. അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് മാത്രം ചെയ്യുക. എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യുന്നവർ ഒടുവിൽ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കുകയും ഈശ്വരനെ അറിയുകയും ഒടുവിൽ മോക്ഷപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും. എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോ എന്റെ വീട്ടിലെ മുകുന്ദേട്ട. ആദർശൻ എന്നെ വീട്ടിലാക്കി. ഇനി ഞങ്ങളുടെ ബന്ധം പിരിയണമെന്നാ പറയുന്നത്. ആദർശിന്റെ ആവശ്യം അതാണല്ലേ? മീര എന്തു പറഞ്ഞു? ഞാനെന്ത് പറയാനാ? ആദർശന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഒരാളുടെ ഒപ്പം നിർബന്ധിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതും ശരിയാണ്. പക്ഷേ ആരാരുടെ ഒപ്പമാണ് ജീവിക്കേണ്ടത്, ആരാർക്കാണ് തുണയാവുക എന്നത് ഈശ്വരന് മാത്രമേ അറിയൂ. മീര വീട്ടിലേക്കല്ലേ? അതെ. കുറച്ചു ദൂരം ഞാനും കൂടെ വരാം. വിശേഷങ്ങളൊക്കെ സംസാരിച്ച് നടക്കാമല്ലോ.